നമസ്കാരം. നമസ്കാരം. ബി.ജെ.പി ഭാരതീയ ജനതാ പാർട്ടി ഒരുപക്ഷെ ഇന്ത്യയിൽ ഇത്രത്തോളം വേരുകളുള്ള അല്ലെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന അടിത്തട്ടിൽ ഇത്രയേറെ പ്രവർത്തകരുള്ള ആർ.എസ്.എസിന്റെ പിൻബലമുള്ള ഒരു പാർട്ടിയാണ് ബി.ജെ.പി. ബി.ജെ.പിയുടെ ഇത്ര കാലം ഇത്രയും നോക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള ആരോപണം. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം പാർട്ടിക്കുള്ളിൽ കക്കാനും അതേപോലെ തന്നെ കാലുവാരാൻ കുതുകാല് വാരാനൊക്കെ എന്നും കോൺഗ്രസ് പഴിചാരപ്പെട്ടത് ഇത്തരത്തിൽ. കോൺഗ്രസ് മാത്രമല്ല, എല്ലാ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും അതങ്ങനെ തന്നെയാണ്. പക്ഷെ ബി.ജെ.പിയുടെ കാര്യം വരുമ്പോൾ നാളിതുവരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ബി.ജെ.പിക്ക് നേരിട്ടിട്ടില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ബി.ജെ.പി ഈ 2023 ശേഷം ബി.ജെ.പി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറഞ്ഞ പോലെ അഴിമതി. നാളിതുവരെ 1885 രൂപീകരിക്കപ്പെട്ട കോൺഗ്രസ് 2026 എത്തുമ്പോൾ കോൺഗ്രസിന് ഈ പറഞ്ഞ പോലെ ആ അഴിമതി കാരണം പോയി. ഇത്രയും കാലം 2G സ്പെക്ട്രം പോലത്തെ പലതരത്തിലുള്ള അഴിമതി കോൺഗ്രസിനെ വേട്ടയാടപ്പെട്ട്. പക്ഷെ ഇപ്പൊ മാറി ബി.ജെ.പിയിലോട്ട് ഈ സാധനം വരുന്നു എന്നുള്ളതാണ്. ബി.ജെ.പി നോക്കുകയാണെങ്കിൽ മോദിയുടെ ഏറ്റവും വലിയ പ്രതിച്ഛായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതിക്കെതിരെയുള്ള ഒരു മുഖം എന്നുള്ള സാധനം മോദിക്ക് എക്കാലത്തുണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം നഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ പോലെ യു.പിയിൽ അയോധ്യയിൽ ഏറ്റവും വലിയ തട്ടിപ്പ് പുറത്തു വരുന്നു. ഇന്ന് കേരളത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേരളത്തിലെ തട്ടിപ്പാണ്. ബി.ജെ.പിക്ക് കൊടുത്ത ഫണ്ട് അടക്കം, തെരഞ്ഞെടുപ്പിന് കൊടുത്ത ഫണ്ട്, മോദിയുടെ റോഡ് ഷോക്ക് കൊടുത്ത ഫണ്ടുകൾ തട്ടി എന്നുള്ളത്, പതാക അവർ കേന്ദ്ര നേതൃത്വം കൊടുത്ത പതാകയിൽ വേറൊരു ബില്ല് ഉണ്ടാക്കിയിട്ട് അതിമ പൈസ വാങ്ങിച്ചു എന്നുള്ളത് വേറൊരു വിവാദം. അങ്ങനെ പലതരത്തിലുള്ള വിവാദങ്ങൾ. അതിൽ ഏറ്റവും ഗൗരവമേറിയ അല്ലെങ്കിൽ ചിരിക്കാൻ ഒരു വകയുള്ള ഒരു സാധനമാണ്, ഒരു ദിവസത്തിൽ എല്ലാവർക്കും 24 മണിക്കൂറാണത്. പക്ഷെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 27-28 മണിക്കൂർ. അതെ, റെന്റ് കാറൊക്കെ എടുത്ത് അവർ ഈ പറഞ്ഞ പോലെ അത് സ്വന്തം നേതാവിന്റെ ഒരു കാറ് അദ്ദേഹം ബി.ജെ.പിയുടെ ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നു. അതിന് വാടകയായിട്ട് അദ്ദേഹം പറയുന്നത് ഒരു ദിവസം 27 മണിക്കൂർ 28 മണിക്കൂർ അദ്ദേഹത്തിന്റെ കാറ് ഓടി എന്നുള്ളത് അദ്ദേഹം പറയുന്നു. അപ്പം പ്രത്യേകതര ദിവസങ്ങളാണ്. എനിക്ക് തോന്നുന്നു ബി.ജെ.പിക്ക് മാത്രം ഒരു പക്ഷേ ഈ ഭൂമിയുടെ കറക്കം വരെ സ്പീഡ് കൂട്ടുന്നതും സ്പീഡ് കുറക്കുന്നതും ബി.ജെ.പിക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ള ചോദ്യചിഹ്നം മുമ്പിൽ കിടക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും വലിയ തരത്തിലുള്ള തട്ടിപ്പ് നടക്കുന്നു. ഒരു ദിവസം 27 മണിക്കൂർ ഓടി എന്നുള്ളതും അതിന്റെ ഫണ്ട് വേണമെന്നുള്ളതും മാത്രമല്ല, പലതരത്തിൽ ഇപ്പം സുരേന്ദ്രനെതിരെയുള്ള വലിയ ആരോപണങ്ങൾ ഉണ്ടായതൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോൾ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ലൊരു നേതാവിനെ കരുതി കിട്ടി. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള അഴിമതി ആരോപണം. അദ്ദേഹത്തിന് ഒരു ആവശ്യമില്ല. 7000 കോടി രൂപയുടെ അതിലേറെ ആസ്തിയുള്ള നേതാവാണ് അദ്ദേഹം. അദ്ദേഹം ഒരിക്കലും ഈ പറഞ്ഞ പോലെ കൈയിട്ട് പോരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷെ താഴെ തട്ടിലോട്ട് വരുമ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ സുരേന്ദ്രനെയും മറ്റു പല നേതാക്കന്മാരെയും തഴഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ കേന്ദ്ര ബി.ജെ.പി നേതൃത്വം ഇറക്കാൻ തന്നെ കാരണം അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ബോധമുണ്ട്. അടിത്തട്ടിൽ ബാക്കി സംസ്ഥാനങ്ങളെ പോലെ അല്ല കേരളത്തിൽ നടത്തുന്നത്. എല്ലായിടത്തും ബി.ജെ.പി എന്നാണെങ്കിൽ ഇവരത് KJP എന്നാണ് പറയുന്നത്. കാരണം കേരളത്തിൽ പ്രത്യേക ഒരു എന്താ പറയുക നിയമവ്യവസ്ഥ, ചട്ടക്കൂട് ബി.ജെ.പിക്ക് ഉണ്ട്. അതിൽ കേന്ദ്രത്തിന് വലിയ റോളൊന്നുമില്ല. ഇവിടെ അവർ തട്ടും മുക്കും. അത് കണ്ടു കഴിഞ്ഞാൽ കേന്ദ്രം മിണ്ടാണ്ടിരിക്കുക എന്നുള്ള ഒറ്റ സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് തടയിടാൻ വേണ്ടി ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരൻ ഇറക്കിയത്. ഇപ്പോ ഈ അഴിമതിയും ബന്ധപ്പെട്ടെങ്ങാണ്ട് മുൻ MLA കുമ്മനം രാജശേഖരവുമായി ബന്ധപ്പെട്ട ഒരു 3-അംഗ കമ്മിറ്റി ഉണ്ടാക്കുന്നു. കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്നുള്ളതും ആരൊക്കെയാണോ അതിൽ ഉൾപ്പെട്ട് അവരൊക്കെ പുറത്താക്കുന്ന നടപടിയിലൂടെ ബി.ജെ.പി പോകും എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. യഥാർത്ഥത്തിൽ ഇനി എന്താണ് ബി.ജെ.പിയിൽ നടക്കാൻ പോകുന്നത്? കഴിഞ്ഞ ഒരു 2 ദശകം 25 വർഷത്തിന് ഉള്ളിലുണ്ടായ രാഷ്ട്രീയ രംഗത്തുണ്ടായ ഏറ്റവും വലിയ ചേഞ്ച്, സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ അതാത് സ്ഥലത്തെ പാർട്ടി കമ്മിറ്റികൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി തന്നെ സ്വന്തക്കാരെ, കൂട്ടുകാരെ, ബന്ധുക്കാരെ അല്ലെങ്കിൽ പാർട്ടിയുടെ കയ്യിലൊക്കെ ഫണ്ട് പിരിച്ച് ആ ഫണ്ട് ഇലക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൾച്ചറുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴുണ്ട്. ആ കൾച്ചറിൽ അതിനകത്ത് കിട്ടുന്ന പൈസ വല്ലതും കിട്ടിയാൽ മിച്ചം വല്ലതും ആരെങ്കിലും അടിച്ചെടുക്കുന്നു ആരും കാര്യമായിട്ട് നോക്കാറില്ല. അത്ര ചെറിയ രൂപ വളരെ വിഷമിച്ചാണ് ഇലക്ഷൻ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലർക്കും ഭാര്യയുടെ താലിമാലയും സ്വത്തും ഒക്കെ വിറ്റിട്ടാണ് ഇലക്ഷന് ആവശ്യമുള്ള പൈസ പോലും കിട്ടുന്നത്. എങ്ങനെ പലതരത്തിൽ ഒത്തിരി കഥകളുണ്ടത്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഭരിക്കുന്ന കക്ഷി മറ്റ് സോഴ്സുകളിൽ നിന്നും, അതായത് ഭരണത്തിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് വ്യവസായികളിൽ നിന്നും, വ്യാപാരികളിൽ നിന്നും, ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ഭീമമായ തുക പിരിക്കുകയും, അപ്പോൾ ഈ തുക പിരിച്ച് മാത്രം പോലെ അതിൻ്റെ കണക്ക് കാണിക്കാൻ എളുപ്പവഴിയായി ഇവർ കണ്ടെത്തിയത് നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഇലക്ഷൻ പ്രചരണത്തിന് പോസ്റ്റർ അടിക്കാൻ, മൈക്ക് അനൗൺസ്മെൻറ്റ്, കാറ് വിളിക്കാൻ, ഇതെല്ലാം ഇതിനുള്ള പൈസ കൊടുക്കുന്ന കണക്കുണ്ടാകും. അപ്പോൾ നല്ല പാർട്ടിയാണെങ്കിൽ ഇപ്പോൾ ബി.ജെ.പി, കോൺഗ്രസ് തുടങ്ങിയ അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളാണെങ്കിൽ അവർക്ക് കിട്ടുന്ന പൈസയ്ക്ക് കണക്കില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ബി.ജെ.പി മാത്രം. ഈ പൈസ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഒരു ഇലക്ഷൻ വർക്കിന് 5 കോടി രൂപ ഒരു നിയോജകമുള്ള അസംബ്ലിയുടെ കാര്യം പറഞ്ഞത്, പാർലമെൻറ്റെല്ലാം പറഞ്ഞത് 5 കോടി രൂപ അലോട്ട് ചെയ്താൽ, ആറന്മുള വീണ ജോർജിൻ്റെ നിയമമാണ്, അവിടെ 5 കോടി രൂപ ഇലക്ഷൻ വർക്കിന് ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ 5 കോടി രൂപ കൊടുത്താൽ ഈ ഇലക്ഷന് ന്യായമായിട്ട് ചിലവാകുന്ന ഒരു 1-2 കോടി കൂടുതൽ ചിലവാകുകയില്ല.
അതിവിടെ ചാണ്ടിയുമ്പം തെളിയിച്ചു, അപ്പുറം മഹേഷ് തെളിയിച്ചു, ഇത്ര പൈസ വേണ്ട എന്ന് കൃത്യമായിട്ട് അവർ പറഞ്ഞു. 25 ലക്ഷം 30 ലക്ഷം മതി. എന്നാൽ ഇവിടെ കോടികളുടെ കണക്കാണ് BJP സ്ഥാനാർത്ഥികൾക്ക് വരെ. ഈ കോടികൾ എങ്ങനെ ഉണ്ടാകുന്നു? കോടികൾ ഉണ്ടാകുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭരണം ഉപയോഗിച്ചുള്ള കറപ്ഷനാണ് അതിൻ്റെ മെയിൻ സോഴ്സ്. ആ പൈസയാണ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഇവർ കട്ടടിച്ച് മാറ്റും. എല്ലാവർക്കും അറിയാം. കുറേ താഴെ തട്ടിലേക്ക് വീതം വയ്ക്കും. 6 പിശുക്കന്മാരായ ചിലർ താഴത്തെ അണികൾക്കൊന്നും കുടിക്കില്ല, മുഴുവൻ പോക്കറ്റിട്ടുകൊണ്ട് പോകാൻ നോക്കും. അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് ആരോപണമാവും. ഇന്ന ചിലവ് കൂടിയല്ല, ഇന്ന തെറ്റായ കണക്കായിരുന്നു. ഈ കണക്ക് അവതരിപ്പിക്കുന്ന പരിപാടിയില്ല. ഇതിൽ ഒത്തിരി അനുഭവങ്ങൾ സംഭവങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ KS സുരേന്ദ്രനായിരുന്നു BJPയുടെ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ്. 2021 തെരഞ്ഞെടുപ്പിലാണെന്ന് തോന്നുന്നു അദ്ദേഹം 2 സ്ഥലത്താണ് മത്സരിച്ചത്. ഈ 2 സ്ഥലത്ത് മത്സരിക്കുന്നതിന് ഉദ്ദേശം എന്നാ? വയനാട് ഹെലികോപ്റ്റർ വാടക എടുത്താണ് അപ്പുറം ഇപ്പുറം പോകുന്നത്. അതിന് ഉദ്ദേശം എന്താ? ഈ 2 സ്ഥലത്ത് മത്സരിക്കുമ്പോൾ 2 കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്കും 5 കോടി രൂപ വെച്ച് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. എത്ര കിട്ടും? 10 കോടി അവിടെ തന്നെ ക്ലീനായിട്ട് വേറൊന്നും കൂടാതെ കിട്ടുകയാണ് ചെയ്യുന്നത്. 10 കോടി രൂപ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇതിന് സ്വാധീനമുള്ളവൻ 2ഓ 3ഓ നിയമനത്തിൽ മത്സരിക്കാൻ റെഡിയാണ്. അല്ലെങ്കിൽ അവൻ്റെ ശിങ്കിടികളെ നിർത്തും. ഏതെങ്കിലും ജയിക്കുകയില്ലെന്ന് ഉറപ്പുള്ള സീറ്റുകളിൽ ഇവൻ്റെ 6ാം മുകളിൽ ആരെങ്കിലും നിർത്തുന്നുണ്ട്. അവനോട് പറഞ്ഞ് പകുതി കാശ് എനിക്കിങ്ങനെ നന്നാക്കണം, എന്നെ അവിടെ മത്സരിപ്പിക്കാം. ഇതിന്റെ കൂടെ നമ്മൾ പറയേണ്ട മറ്റൊരു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3.5 കോടി രൂപയുടെ ഈ പറഞ്ഞ പോലെ കൊടകര കുഴൽപ്പണ കേസ് സുരേന്ദ്രനെതിരെ കിടക്കുന്നുണ്ട് എന്നുള്ള സാധനം. അല്ല, ആ കേസ് അന്വേഷണം ഇല്ലല്ലോ. അല്ല, അത് എവിടെ എത്തിയിട്ടില്ല. അതെവിടെ എത്തി ആരായി പിടിച്ചെന്നത് യാതൊരു കുഴപ്പമില്ല. അത്ര പൈസ വന്നിട്ടില്ല. ഈ കണക്കാരും നോക്കാൻ താല്പര്യമുള്ളവർക്കല്ല ഇതാ താല്പര്യം. ഇത് അന്വേഷിക്കാൻ താല്പര്യമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണെങ്കിലും CPM-നാണെങ്കിലും അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഇതാ. ഇതേ വേണുഗോപാൽ കാശ് കൊടുത്തു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊടുത്തുന്നൊരു ആരോപണമുണ്ട്, അന്തരീക്ഷത്തിലുണ്ട്. എങ്ങനെ ഈ കാശ് കൊടുത്തു? കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് എങ്ങനെ ഈ കാശ് കൊടുത്തു? അപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റുകളുണ്ട്, കർണാടക, തെലങ്കാന, അവിടെ നിന്നുള്ള പിരിച്ചുള്ള കാശാ. അതായിരിക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ ആ കെയർ ഓഫിൽ 100 കോടി രൂപ പിരിച്ചെങ്കിൽ വേണുഗോപാൽ എത്ര കൊടുത്തു കാണും? വേണുഗോപാലിനെതിരായിട്ട് ആരോപണം തിരിച്ചു വരിക. പൈസ മുഴുവൻ കൊടുത്തിട്ടില്ല. ഇപ്പോൾ BJP 2 പ്രധാനപ്പെട്ട നേതാക്കൾ രാമൻപിള്ളയും മുകുന്ദനും ഈ പാർട്ടി വിട്ട് പോകാനുള്ള കാരണം തന്നെ ഇതാണെന്നാണ് പറയുന്നത്. CC മുകുന്ദൻ. കാരണം ഇവർ പാർട്ടിക്ക് പൈസ ഇല്ലാത്ത സമയത്ത് പാർട്ടിയുടെ ഭാരവാഹിയായിരുന്നു. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് കിട്ടിയത് അന്ന് കർണാടകത്തിൽ BJPക്ക് സ്വാധീനമുണ്ട്. അവിടുന്ന് കിട്ടിയ പൈസയൊക്കെ കേരളത്തിലെ 1-2 പ്രാദേശിക നേതാക്കൾ, ഇപ്പോൾ വലിയ പുള്ളികളവർ, ഇവന്മാരടിച്ചു മാറ്റി. ഇത് കണക്ക് വന്നപ്പം, കമ്മിറ്റി കണക്ക് വന്നപ്പോൾ ഈ പൈസയുടെ കണക്കില്ല. അതിൻ്റെ ഉത്തരവാദിത്വം കൊണ്ട് ഇവരെടുക്കേണ്ടി വന്നു, രാമൻപിള്ളി. അപ്പോൾ ഇവൻ മേടിച്ചെടുത്ത പൈസ കൊണ്ട്, തെറ്റായ രീതിയിൽ കിട്ടിയ പൈസ കൊണ്ട് ഇതിലൊരു നേതാവ് കുറേ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരെ വിലയ്ക്ക് വാങ്ങി. അവരെ ഉപയോഗിച്ചുകൊണ്ട് മറ്റവരെ കമ്മിറ്റി വെച്ച് തെറി പറയിപ്പിക്കുകയും അവർക്ക് നാണം കെട്ട് രാജിവെച്ച് പോകേണ്ടി. അതൊരു കേൾക്കുന്ന സംഭവം. അപ്പോൾ ഇങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അഴിമതിയുടെ കണക്ക്. പിന്നെ രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ 25 വർഷം മുമ്പേ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് വിജയപരാജയങ്ങളുടെ കണക്കായിട്ട് മാറ്റിയത് മതപരമായ സ്വാധീനം എടുത്തു. മതത്തെ ഇങ്ങോട്ട് കൊണ്ടുപോകും, ജാതിയെ കൊണ്ടുവന്നു. ഇപ്പോൾ BJP ജയിക്കുന്നത് ഹിന്ദു വികാരം ഉണർത്തിയാണ്, മുസ്ലിങ്ങളെ തെറി പറഞ്ഞാണ് ജയിക്കുന്നത്. പക്ഷേ എല്ലാ കാലത്തും കോൺഗ്രസ് തോറ്റിരുന്നത് അഴിമതിയായിരുന്നു വിഷയം. ഇപ്പോൾ ബോഫേഴ്സിൻ്റെ ആണെങ്കിലും കൽക്കരി ആണെങ്കിലും 2G സ്പെക്ട്രത്തിൻ്റെ ആണെങ്കിലും അഴിമതി കൊണ്ടാണ് കോൺഗ്രസ് തോറ്റത്. രാജീവ് ഗാന്ധിയുടെ പേര് വരെ ബോഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് ഇൻവോൾവ്ഡാണ്. അപ്പോൾ അഴിമതിയാണ് വിഷയം എന്നുള്ളത് മറച്ചു വെച്ചിട്ട് ഇവരെല്ലാം കൊണ്ടുവന്നു. അഴിമതി എത്ര വേണം ചെയ്യാം. ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? ഇപ്പം അഴിമതി കാരണം തോക്കുന്നതായിട്ട് പറയുന്നുണ്ടോ? ആരും പറയുന്നില്ല. ചിദംബരത്തെ രാത്രി ഓടിച്ചിട്ട് പിടിക്കുകയത് ആ കേസ് ഉടമ്പടിയായി എല്ലാവർക്കും അറിയാമോ? അപ്പം അങ്ങനത്തെ കേസുകൾ വരുന്നതിന് പകരം അത് മറയ്ക്കാനാണ് പെട്ടെന്ന് മതമാണ് ജനങ്ങളെ സ്വാധീനിക്കുന്ന ഘടകം എന്നുള്ളൊരു പുതിയ നെഗറ്റീവ് കൊണ്ടുവരികയാണ്. ജാതിയാണ് മതം അല്ല. അങ്ങനെ കോൺഗ്രസിൻ്റെ ഭരണം നഷ്ടപ്പെട്ടതൊന്നും അങ്ങനെ ആയിരുന്നില്ല. അഴിമതി തന്നെയായിരുന്നു മുഖ്യ വിഷയം. പക്ഷേ എല്ലാവർക്കും, അഴിമതിക്കാർക്കെല്ലാം ഏറ്റവും ഇഷ്ടമുള്ള പ്രശ്നമായത് അഴിമതി അല്ലല്ലോ കാരണം, മതമാണ് കാരണം. അത് CPM-ലേക്കും ബാധിച്ചിരിക്കുക. അപ്പോൾ ഈ രീതിയിൽ കറപ്ഷനെ വെള്ളപൂശാനുള്ള ഏറ്റവും വലിയ ആയുധമായിട്ടാണ് ഇത് മാറ്റുന്നത്. പിന്നെ BJPയുടെ കറപ്ഷൻ, അതിൻ്റെ അപകടം എന്ന് പറഞ്ഞാൽ BJP ഒരു ഇപ്പോൾ ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ ഇന്ത്യ മുഴുവൻ സ്വാധീനമുള്ള, ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങൾ വരെ ഉള്ള ഒരു പാർട്ടിയാണ് BJP. BJPക്ക് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ BJPയുടെ പൊളിറ്റിക്കൽ പവർ കൊണ്ടാണ്, അല്ലെ അധികാരത്തിലിരിക്കുന്ന പവർ കൊണ്ടാണ്. അധികാരത്തിലിരിക്കുന്ന പവർ കൊണ്ട് കാശുണ്ടാക്കണമെങ്കിൽ ആ അധികാരത്തിലിരുന്നുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യണം. ചിലപ്പോൾ രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ വരെ ചെയ്യാൻ നിർബന്ധരാകും. BJPക്ക് എവിടെ നിന്ന് പൈസ കിട്ടി? രാജ്യത്തിൻ്റെ ഭരണാധികാരം വിറ്റോണ്ടാണ്. BJP ഭരണകക്ഷികളെ കിട്ടുമോ?
BJP ഭരണകക്ഷിയിലെ സാധാരണ ഒരു കക്ഷിയാണെങ്കിൽ കിട്ടുമോ? ഇപ്പോൾ പിണറായി വിജയൻ്റെ കൂട്ടർ ഓപ്പോസിഷൻ ലീഡറാണെങ്കിൽ കിട്ടുമോ? കിട്ടിയില്ല. പിണറായി വിജയൻ്റെ കാര്യം ഇനി അങ്ങനെ വരാൻ പോകുന്നത്. ഇതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഇതിനു മുമ്പ് നാളെ അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പ്രതീക്ഷ പോയി, കുറയും. ഇത് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഴിമതി എന്നുള്ള മുഖ്യ വിഷയത്തെ എതിർക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകത്തോളം കാലം ഇത് തുടരും. അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനൊരു BJP കാരനെന്ന് വിചാരിക്കും. ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നത് സാധാരണ BJP ആണോ? അങ്ങനെ അല്ല, ഞാനൊരു ഉദാഹരണം, ഒരു വിസാനം മുമ്പോട്ട് വേണം. അപ്പോൾ സുരേന്ദ്രനെ പോലെ ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ 3.5 കോടി കൊടകര കേസിൽ അത്ര കിട്ടുന്നു, അല്ലെങ്കിൽ ഓരോ മണ്ഡലത്തിൽ ഇത്ര പൈസ കിട്ടുന്നു. അപ്പോൾ ഈ സാധാ ജില്ലാ കമ്മിറ്റി നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന ഭാരവാഹികൾക്കൊന്നും കിട്ടാൻ വല്ല മാർഗമല്ല. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതെ. അപ്പൊ ഒന്നാമത് മുകളിലത്തെ നേതാക്കന്മാരെ ഈ സാധനം തട്ടിയെടുക്കുന്നുണ്ട്. എന്നെ പോലെ അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഫണ്ട് കിട്ടാനൊരു മാർഗമല്ല. അതെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന മറ്റൊരു കാര്യം, ഈ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, വരുന്ന പതാക അത് കേന്ദ്ര നേതൃത്വം കൊടുക്കുന്ന സാധനമായിരിക്കും. അതിന് ഒരു ഫണ്ട് തുക ഈടാക്കുന്നു, അല്ലെങ്കിൽ ഫ്ലെക്സ് അടിക്കാൻ അവർ കാണിക്കുന്നു. അതെ. അപ്പൊ ഇത്തരത്തിൽ എനിക്ക് തോന്നുന്നു BJP സംബന്ധിച്ചിടത്തോളം ബാക്കി എല്ലായിടത്തും ഭരണമുണ്ട്. ഇപ്പം ഒരു സാധാരണ BJP പ്രവർത്തകരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കേരളത്തിൽ ഭരണമല്ല, പെട്ടെന്ന് അതിവിദൂരമല്ലാതെ ഭാവിയിൽ കിട്ടാൻ ചാൻസും ഇല്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇനി അവർക്ക് ആകെ ഉപകാരം എന്താ? പാർട്ടിയുടെ കൂടെ നടന്നിട്ട് വലിയ ഉപകാരമൊന്നുമില്ല. എന്തായാലും പാർട്ടി ജയിക്കാനും പോകുന്നില്ല, ഒരു MLA ആവാനും പറ്റില്ല. കാരണം ഒരു വിഭാഗം നേതാക്കന്മാർ ഓൾറെഡി അവിടെ ഉണ്ട്, ഒരുപാട് ഗ്രൂപ്പുകളും ഉണ്ട്. പിന്നെ ചെയ്യാൻ പറ്റുന്ന സാധ്യതകൾ BJP കാശ് ഉണ്ടാക്കുന്ന സാധനത്തിൽ, കാരണം കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പം ആ പാർട്ടിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, എങ്ങനെയൊക്കെ ഊറ്റാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഊറ്റിയെടുക്കുക എന്നുള്ള സാധനം ഒരു മുമ്പിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന BJP കാരനെ സംബന്ധിച്ചിടത്തോളം ഇതവരെ നിലനിൽപ്പിന്റെ ആവശ്യം കൂടിയല്ല. അത് മറ്റൊരു കണ്ണടക്കുകയും ചെയ്യും. കാരണം താഴെത്തട്ടിലുള്ളവന് കുറെ കാശ് കിട്ടിയില്ല, അവൻ ബഹളം ഉണ്ടാക്കും. ഇവന് എങ്ങനെയെങ്കിലും പൈസ കൊണ്ടുപോക്കോട്ടെ എന്ന് വിചാരിക്കും. കുറച്ചെങ്കിലും കൊടുക്കും, അവർ തന്നെ കൊടുക്കും. കുറെ അത് ചുമതലകൾ ഏൽപ്പിക്കും. ഓരോന്ന് വണ്ടി വിളിക്കാനുള്ള ചുമതലത്തിന് കൊടുക്കും, ഒരു 10,000 രൂപ കൊടുക്കും, 5,000 രൂപ ചിലവൊക്കെ 5,000 രൂപ പോക്കറ്റ് ഇടും. അപ്പം അങ്ങനത്തെ അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്ന കൂട്ടത്തിൽ തന്നെ അണികളെ കൂടെ നിർത്താനുള്ള ഒരു മാർഗം കൂടെ ഇത്. തങ്ങൾ അങ്ങനെ ഉണ്ടാക്കുന്ന പൈസയിൽ ഒരു ചെറിയ വീതം, ഒരു 25% എങ്കിലും താഴോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് മുദ്രാവാക്യം വിളിക്കാനും വിമാനത്താവളത്തിലും എയർപോർട്ടിലും വരുമ്പോൾ ജയ് രമേശ് ചെന്നിത്തല, ജയ് VD സതീശനോ, ജയ് കെ സുരേന്ദ്രനോ വിളിക്കാൻ ആൾക്കാർ വരുന്നത്. CPM അത്രയില്ല. CPM താഴെത്തട്ടിലേക്ക് സംഘടനാപരമായി കിട്ടുന്നല്ലാതെ വേറെ കിട്ടിയാൽ അവർ വേറെ തെറ്റായി പിരിക്കാൻ പോകാനും അവർക്ക് പ്രയാസമാണ്. കുറേ ഇപ്പം മാറി, സിറ്റുവേഷൻ മാറി. അപ്പോൾ ഈ താഴെത്തട്ടിൽ വേറൊരു കാര്യം കൂടെ ചെയ്യും. ഇവർക്ക് നാട്ടിൽ സ്വാധീനമുണ്ട്, ഇവർക്കും പിരിക്കാം, അതാരും ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ അഴിമതി കൊണ്ട് മാത്രമാണ് ഈ രാഷ്ട്രീയ കക്ഷികൾ ഇന്ന് നിലനിൽക്കുന്നത്, ഇന്ന് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് മോഡിയെ എതിർക്കുന്നതിൽ ഇവർ പരാജയപ്പെടുന്നത്. മോഡി ജയിച്ച് നിൽക്കുന്നതിന് ഒറ്റ കാരണമുള്ളൂ, ഇൻഡിവിജ്വലായിട്ട് മോഡിയുടെ പേര് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ അർത്ഥം മോഡി അഴിമതിക്കാരനല്ല എന്നുള്ളതല്ല. അത് രാജീവ് ഗാന്ധിയുടെ കാര്യത്തിൽ അങ്ങനെ പറ്റി. ബോഫേഴ്സിൻ്റെ കാര്യത്തിൽ രാജീവ് ഗാന്ധിയായിട്ട് നേരിട്ട് ലിങ്ക് ചെയ്തു. രാജീവ് ഗാന്ധി 2G സ്പെക്ട്രത്തിൻ്റെ കാര്യത്തിൽ മുരശലിമാരനും AN രാജയൊക്കെ ലിങ്ക് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ കണക്ഷൻ രാജീവ് ഗാന്ധിക്ക് അഴിമതിയായിട്ടല്ല, മോഡിയായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം വന്നിട്ടില്ല. ഇപ്പോൾ ഉദാഹരണം അയോധ്യ പ്രധാനപ്പെട്ട ഇഷ്യൂയാണ്. ഇതിൽ പലരും മോഡിയായിട്ടോ ബന്ധപ്പെട്ടവരൊക്കെ തന്നെയായിരിക്കും. പക്ഷെ അത് ലിങ്ക് ചെയ്ത് കൊണ്ടുവരാൻ കോൺഗ്രസിനെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള തകരാറുണ്ട്. അയോധ്യ BJP അഴിമതി ചെയ്തു, ഇവിടെ മോഡി കുറ്റവാളിയല്ല. അവിടെയാണ് ഇതിലിപ്പോൾ അത് കൂടാതെ ഈ പറഞ്ഞ പോലെ ഇതിൽ ചെയ്ത മറ്റൊരു 33 ലക്ഷം രൂപയുടെ ഒരു കമ്മീഷന്റെ ശബ്ദരേഖ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ പാർട്ടി നേതാക്കന്മാരുടെ ഫ്ലെക്സ്, കട്ടൗട്ട്, പതാക, പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കോൺട്രാക്ട് കൊടുത്തൊരു കമ്പനി ഉണ്ട്. ആ കമ്പനിക്ക് അവരൊരു ബില്ല് വാങ്ങുന്നു. പക്ഷെ അതിൽ കൃത്യമായ തട്ടിപ്പ്, ഞങ്ങൾ ഇത്ര പൈസ നിങ്ങൾക്ക് തരികയാണെങ്കിൽ ഇത്ര ഇതിൻ്റെ ഒപ്പ് ഞങ്ങൾ ഒപ്പിട്ട് തരാം. അപ്പോൾ കൃത്യമായി അപ്പോൾ അവർ പറയുന്ന ശബ്ദരേഖയിൽ പറയുന്നത് നിങ്ങൾ തരാമെന്ന് പറഞ്ഞ പൈസ മുഴുവനായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ഈ ശബ്ദരേഖയിൽ പറയുന്നുണ്ട്. അപ്പോൾ വലിയ തരത്തിൽ അഴിമതി ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞ പോലെ നേതാക്കന്മാർ മാത്രമല്ല, ജില്ലാ കമ്മിറ്റി നേതാക്കന്മാരും ഇതിൽ വലിയ തരത്തിലുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള സാധനം പുറത്തു വരുന്നു, ശബ്ദരേഖ അടക്കം പുറത്തു വരുന്നു. അല്ല, ഏതെല്ലാം കാര്യത്തിൽ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇടപെടുന്നു എന്നുള്ളതിൻ്റെ സുധാകരൻ അമ്പലപ്പുഴ ചെന്ന് കഴിയുമ്പോൾ സ്കൂളിൻ്റെ കെട്ടിടമണിയാണ് പൊളിക്കുക. ആ പൊളിക്കുന്നതിൻ്റെ ചിലവ് മണ്ണെന്ത് ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ തർക്കമാകുക. ഇതെല്ലാം എല്ലാ തരത്തിലും ഏതെല്ലാം സോഴ്സിൽ നിന്ന് നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റും, ഉണ്ടാക്കും. പിന്നെ കരിമണൽക്കത്തെ പോലെ ഒറ്റയാളെ കിട്ടിയാൽ മതി. മോഡിക്ക് അദാനിയെ പോലെ ഒറ്റയാളെ കിട്ടിയാൽ മതി. അധികം പേരുടെ അടുത്ത് കാശ് മേടിക്കാൻ പോകണ്ട. ബാക്കി എല്ലാവരുടെ അടുത്തും മേടിച്ചിട്ടുള്ള കാശോടെ കൊടുക്കുന്നേ. ഇപ്പം DSP ഒരു കോട്ട കൊടുത്തിട്ടുണ്ടെങ്കിൽ DSPക്ക് ഏതെങ്കിലും ആഭ്യന്തരമന്ത്രിക്ക് ആർക്കെങ്കിലും മാസം തോറും കാശ് കൊടുക്കണമെങ്കിൽ DSP നേരിട്ട് പിരിക്കുകയല്ല. DSP സർക്കിൾ ഇൻസ്പെക്ടർ കൊടുക്കും, SI കൊടുക്കും. അവരാണ് പിരിച്ച കോട്ട മാസം തോറും തിരയിപ്പിക്കുന്നത്. വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ കാര്യം അങ്ങനെ തന്നെ, എക്സൈസിൻ്റെ കാര്യം അങ്ങനെ തന്നെ. അപ്പോൾ ഇത് അഴിമതി എന്ന് പറയുന്നത് എന്നെയും നിങ്ങളെയും വിഴുങ്ങുക മാത്രമല്ല, നമ്മൾ അനങ്ങാൻ പറ്റാതാകും.
കാരണം നമ്മളെ അഴിമതിക്കാരനാക്കും അവർ, അല്ല ആ കണ്ണികളിൽ നമ്മളെ ബന്ധപ്പെടുത്തും. മയക്കുമരുന്ന് കണ്ണി പോലെയാണ്. ആ സിറ്റുവേഷനാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം ഫേസ് ചെയ്യുന്നത്. അതിനെ എതിർക്കാൻ വന്ന ശക്തികളൊക്കെ ഓരോന്നോരോന്നായിട്ട് പരാജയപ്പെട്ടു. VP സിംഗ്, ജനതാ പാർട്ടി, അത് കഴിഞ്ഞ് ഇവർ വന്നു, ആം ആദ്മി വന്നു, അവരും ചിത്തപ്പേര് കേൾപ്പിച്ച് അവരും പോയി. അവരെല്ലാം കൊടുക്കാനുള്ള മാർഗ്ഗം അറിയാം. നമ്മൾ ആരെ വിശ്വസിക്കും? അഴിമതിക്കെതിരായിട്ട് സമരം ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുന്ന ഒരു കക്ഷിയെപ്പറ്റി പറയാൻ പറ്റുമോ? അതാണ് സിറ്റുവേഷൻ. BJPയുടെ ഈ അഴിമതി ഇന്ന് രാജ്യം അറിഞ്ഞിരിക്കുന്നു. അയോധ്യയുടെ അഴിമതി, ഇതെല്ലാം കൂടെ ഒരുമിച്ച് അഴിമതി തന്നെ ഒരു ഭൂതമായിട്ട് പതുക്കെ BJPയെ വിരിഞ്ഞു മുറക്കാൻ പോവാണ്. ആണെങ്കിൽ നല്ലത്, എത്രയും പെട്ടെന്ന് ആ അഴിമതി ഉള്ള BJPയെ, മറ്റെല്ലാം സഹിക്കാം, അഴിമതി ഉണ്ടെങ്കിലേ മറ്റതൊക്കെ ചെയ്യാനും പറ്റുള്ളൂ. വർഗീയത വളരണമെങ്കിൽ അഴിമതി വേണം, കാരണം ജനത്തിൻ്റെ ശ്രദ്ധ അങ്ങോട്ട് മാറണം. അപ്പോൾ ഈ അഴിമതി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് രാജ്യത്തെ നശിപ്പിക്കുന്ന നീക്കത്തിനെ എതിർക്കാൻ പറ്റണമെങ്കിൽ ഇത്തരം ജനങ്ങൾ മൊത്തം കോൺഷ്യസ് ആയിട്ട് രംഗത്ത് വരണം. പാർട്ടി നോക്കിയിട്ട് കാര്യമില്ല, കാരണം എല്ലാ പാർട്ടികളും ഉണ്ട്. ഇപ്പോൾ ചിദംബരത്തിനെ കൊണ്ട് നമുക്ക് അഴിമതി ഒന്നും ചെയ്യാൻ പറ്റുമോ? ആലോചിച്ച് നോക്ക്. റിയാസിനെ കൊണ്ടോ പിണറായി വിജയനെ മുമ്പിൽ നിർത്തി CPM അഴിമതിക്കെതിരായിട്ട് സമരം ചെയ്യാൻ പറ്റുമോ? കാരണം നാട്ടുകാർക്കെല്ലാം അറിയാം എന്താ സംഭവിച്ചിരിക്കുന്നത്. ആ സാഹചര്യം ഉള്ളിടത്തോളം കാലം അഴിമതി വിരുദ്ധ സമരം നടക്കുകയില്ല. അഴിമതിക്ക് എതിരായിട്ട് ഫലപ്രദമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റ് സമൂഹത്തിലെ വൃത്തികേട്, വർഗീയത, ജാതി, മതം, സാമ്പത്തിക തട്ടിപ്പുകൾ എല്ലാം കയറി വരും. അത് തടയണമെങ്കിൽ ഇത് മാത്രമേ മാർഗമുള്ളൂ. അതിന് നെഞ്ചുറപ്പുള്ള രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാകണം. ദൗർഭാഗ്യവശാൽ ഇപ്പോൾ നമുക്കൊരു പാർട്ടിയിലും അത്തരം ഒരു നേതൃത്വം കാണാൻ പറ്റുന്നില്ല.